ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മൈത്ര ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് മിസ് സന്ധ്യയാണ്. നമസ്കാരം മാം. നമസ്കാരം. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണെന്ന് തോന്നുന്നു, ഈ റമദാൻ മാസത്തിൽ എങ്ങനെയാണ് നമ്മൾ ഫാസ്റ്റിങ്ങിന് മുന്നേ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നടത്തേണ്ടത് എന്നുള്ളത്. മാം, എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്? ഒരു നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പലരും പല അസുഖങ്ങൾക്ക് മെഡിസിൻസ് എടുക്കുന്നവരായിരിക്കാം. അത് ഡയബറ്റിക്കിനാവാം, തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായതും ഹാർട്ടിനും പല മെഡിസിൻസും എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ നോമ്പൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ അതിലൊക്കെ ഒരു ചേഞ്ച് വരാൻ പോവുകയാണ്. ഭക്ഷണ സമയത്തൊരു ചേഞ്ച് വരും. നമ്മൾ അപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയം മാറുന്നതനുസരിച്ചിട്ട് മെഡിസിൻ എടുക്കുന്നതിനും ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യം നമ്മൾ ട്രീറ്റിംഗ് ഫിസീഷ്യനെ ഒന്ന് കണ്ട് നമ്മുടെ മെഡിസിൻ്റെ ഡോസേജ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് വാങ്ങിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ടൈം ചേഞ്ച് ചെയ്യണമെങ്കിൽ ടൈം ഒന്ന് ചേഞ്ച് ചെയ്യാം. ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഭക്ഷണത്തിൽ നമ്മൾ ക്രമീകരണങ്ങൾ അതിനനുസരിച്ചിട്ട് വരുത്തുക. പിന്നെ എന്തായാലും നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ചെക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും നമ്മുടെ ബ്ലഡ് പാരാമീറ്റേഴ്സൊക്കെ എവിടെ നിൽക്കുന്നു. അപ്പോൾ ഡയബറ്റിക്കൊക്കെ ആയവർ ഷുഗേഴ്സ് കൺട്രോൾഡ് ആണെങ്കിൽ മാത്രം നോമ്പ് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ക്രിയാറ്റിൻ വേരിയേഷനൊക്കെ കിഡ്നി പേഷ്യൻസിന് ക്രിയാറ്റിൻ വേരിയേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതും എത്രത്തോളം വേരിയേഷൻ ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് മെഡിസിനിലൊക്കെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കിയതിൻ്റെ ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ ഓക്കെ പറയുവാണെങ്കിൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നന്നാവാം. നോമ്പ് ഇനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പിന്നീട് നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. നമ്മൾ ഈ നോമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ലോങ് പീരീഡിൽ ഫുഡൊന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ഏർലി മോർണിംഗിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? രാവിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എനർജിയാണ് നമുക്ക് അന്ന് ഫുൾ ഡേയിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത്താഴം ഒരു കാരണവശാലും ഒഴിവാക്കരുത്. നമ്മളെപ്പോഴും കഴിക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് മീലായിട്ട് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാർബോഹൈഡ്രേറ്റ്സ് വേണം, പ്രോട്ടീൻ വേണം. അതുകൂടാതെ നമുക്ക് ആ ഒരു ഫുൾ ഡേയിൽ നമുക്ക് അധികം വിശക്കാതെയൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പം അരിഭക്ഷണമാവാം, ഗോതമ്പാവാം, ഓട്സ്, മുത്താറി എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ അതിൻ്റെ പോർഷൻ കൂടുതലാവാൻ പാടില്ല. കാർബോഹൈഡ്രേറ്റ്സ് എപ്പോഴും നമ്മൾ ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൻ്റെ ഒരു 1/4 പ്ലേറ്റ് മതി. അത് അത്രയും തന്നെ കഴിക്കാം. പ്രോട്ടീന് ഡെഫിനറ്റ്ലി നമ്മൾ ആഡ് ചെയ്ത് തന്നെ കഴിക്കണം. പ്രോട്ടീൻ എന്ന് പറയുമ്പം പയറുവർഗ്ഗങ്ങളാവാം, അതുപോലെ തന്നെ ഫിഷ്, ചിക്കൻ, എഗ് വൈറ്റ്. ഇപ്പം ഡയബറ്റിക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹാർട്ട് ഡിസീസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എഗ്ഗിന് വൈറ്റിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. യോക്ക് ഡെയിലി കഴിക്കാതിരിക്കുക. പിന്നെ ഫിഷൊക്കെ കറി വെച്ചിട്ടുള്ള ഫോമിൽ നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വെജിറ്റബിൾസ് മസ്റ്റായിട്ട് നമുക്ക് അത്താഴത്തിന് വേണം. ഈ ഒരു ഫുൾ പോർഷനായിട്ട് നമ്മളത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ഫുൾ ഡേയിലത്തേക്ക് അത്യാവശ്യം എനർജി നമുക്കൊന്ന് കിട്ടും. ആ ഒരു മീൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവും. ഒന്ന്, രണ്ടാമത് നമ്മൾ നല്ല ടയേർഡാവും. പിന്നെ ഇഫ്താർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും വിശന്ന് ഇഫ്താറിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കുന്നത് കൂടുതൽ കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ ഫുഡ് നമ്മൾ കമ്പൽസറി ആയിട്ടും കഴിക്കണം എന്ന് പറയുന്നത്. കഴിക്കുന്നത് ഒരു ബാലൻസ്ഡ് മീൽ തന്നെ ആയിക്കോട്ടെ. ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ലാത്തൊരു കാര്യമായിരിക്കും ഇത്. സോ താങ്ക് യു ഫോർ ഷെയറിംഗ് വിത്ത് us.